ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ തനസ് വ്ലോഗിൻ്റെ പുതിയ വിലക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ട് ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ ഉള്ള നെക്സ്റ്റ് പബ്ലിക് സ്കൂളാണ്. നെക്സ്റ്റ് പബ്ലിക് സ്കൂളിൽ ഒരു അടിപൊളി ഇർസാനി കോഴ്സിലാണ് ഉള്ളത്. +1 +2 ഡിഗ്രി ഉള്ള ഒരു വോട്ടായിട്ട് വന്നതാണ്. വോട്ടിൽ ആടെ വിജയിക്കും തോൽക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നത്. അപ്പോൾ വീണ്ടും നമ്മുടെ ചാനൽ തനൂസ് വ്ലോഗ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോ പോവുക. അപ്പോൾ പോയാക്കളും നമുക്ക് ചോദിച്ചു നോക്കാം. നമുക്ക് നേരെ വീഡിയോ പോവുക. കമോൺ ഹിയർ ആൻഡ് തനൂസ് വ്ലോഗർ. പരിപാടി ഇവിടെ ഫറൂഖ് ഇർഷാദിയ കോളേജിലെ യൂണിയൻ ഇലക്ഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 7ഓളം പോസ്റ്റുകളിലേക്കുള്ള 16ഓളം സ്ഥാനാർത്ഥികൾ പരസ്പരം മത്സരിക്കുന്നുണ്ട്. ഇലക്ഷൻ പ്രോസസ് വളരെ സ്മൂത്തായി ചടുലമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 50% പോളിംഗ് ഇപ്പോൾ ആയിക്കഴിഞ്ഞിരിക്കുന്നു. ഏകദേശം 1 മണിക്കൂർ കൊണ്ട് പോളിംഗ് അവസാനിക്കാൻ കഴിയുമെന്നാണ് ഇപ്പോഴത്തെ ഒരു പ്രതീക്ഷ നമുക്കുള്ളത്. വളരെ ഭംഗിയായിട്ടുണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. വോട്ട് അപ്പൊ ആർക്കും ചെയ്യാം. നമ്മളെ തീരുമാനിച്ചിട്ടില്ല. ആരെങ്കിലും വോട്ട് ചെയ്തോളാം. ആർക്കെങ്കിലും പറയാൻ പാടുണ്ടോ? അത് വരുമ്പോ കാണാം. വോട്ട് ചെയ്യാൻ ഒരാളുടെ സ്വകാര്യ കാര്യങ്ങളാണ്, അതങ്ങനെ പറയാൻ പാടില്ല. നല്ലൊരു വ്യക്തിനെ നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കും. നമസ്കാരം, എല്ലാവർക്കും ഐ വിഷനിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ നിൽക്കുന്നത് ഇർഷാദിയ കോളേജിന്റെ മുമ്പിലാണ്. ഇന്നിവിടെ 2025-26 വർഷത്തിലേക്കുള്ള യൂണിയൻ ഇലക്ഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആദ്യമായി തന്നെ മെയിൻ ബൂത്തിന്റെ ഉള്ളിലോട്ടേക്കാണ് പ്രവേശിക്കാൻ പോകുന്നത്. പ്രധാനമായും യൂണിയൻ ഇലക്ഷനിലോട്ടേക്ക് മത്സരിക്കുന്നത് ചെയർപേഴ്സൺ, ജനറൽ സെക്രട്ടറി, ഫൈനാൻസ് സെക്രട്ടറി, എഡിറ്റർ, ജോയിന്റ് സെക്രട്ടറി, ജനറൽ ക്യാപ്റ്റൻ എന്നീ പൊസിഷനിലോട്ടേക്കാണ്, ബൂത്തിലോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് നമ്മൾക്ക് കിട്ടിയ അറിവ് അനുസരിച്ചിട്ട് 30% വോട്ട് ഇവിടെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം കാൻഡിഡേറ്റ്സ് ഇവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് കാൻഡിഡേറ്റ്സിനോട് അഭിപ്രായം ചോദിക്കാം. അപ്പൊ നിങ്ങൾ ഏത് പൊസിഷനിലോട്ടേക്കാണ് ഇപ്പൊ മത്സരിക്കാൻ പോകുന്നത്? ജോയിന്റ് സെക്രട്ടറി. എന്താണ് നിങ്ങൾക്ക് മത്സരത്തിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ പ്രതീക്ഷകൾ എന്താണ്? ഇപ്പൊ വിജയിക്കുവോ? ഇപ്പം ഇലക്ഷന് വോട്ട് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാരുടെ മുമ്പിലാണുള്ളത്. അപ്പൊ നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചു നോക്കാം, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഇലക്ഷനെ പറ്റിയിട്ട്, സ്ഥാനാർത്ഥികളെ പറ്റിയിട്ടൊക്കെ? നമുക്ക് ഏറ്റവും നല്ല പെർഫോം ചെയ്ത് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ പറ്റുക അവർക്കാണ് ശരിക്കും വോട്ട് വേണ്ടത്. അപ്പോൾ എങ്ങനെ വെച്ചാല് ഇപ്പോ ലൈക്ക് രണ്ടാണോ നിൽക്കേണ്ടത്. അപ്പൊ നമ്മള് ഇതില് ഏറ്റവും നല്ലത് എന്തൊക്കെ ചെയ്യാം, നമുക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാം, നമ്മള് സ്കൂളിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും, അവർക്ക് വേണ്ടി നമ്മള് ഇപ്പൊ നിൽക്കുന്നത് ഇലക്ഷന് വോട്ട് ചെയ്യാൻ നിൽക്കുന്നവരുടെ മുമ്പിലാണ്. അപ്പം മാം, നിങ്ങൾക്ക് എന്താണ് ഇലക്ഷനെ പറ്റി പറയാനുള്ളത്? സ്ഥാനാർത്ഥികളെ പറ്റിയിട്ട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇപ്പൊ നമ്മളെ സ്കൂളിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റണം, അവർ ഏറ്റവും നല്ല പെർഫോമൻസ് ചെയ്യാൻ പറ്റണം, അവർക്കാണ് ശരിക്കും വോട്ട് ചെയ്യേണ്ടത്. പിന്നെ തിരക്കിനിടയിലും നമുക്ക് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ കിട്ടിയിട്ടുണ്ട്. അപ്പൊ സർ, ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത് 30% വോട്ട് ഇതുവരെ ചെയ്ത് കഴിഞ്ഞു എന്നാണ്. അപ്പൊ എന്താണ് ഇപ്പോഴത്തെ സാഹചര്യത്തിനെ പറ്റി സാറിന് പറയാനുള്ളത്? തെരഞ്ഞെടുപ്പ് വളരെ സ്മൂത്തായി നടന്നുകൊണ്ടിരിക്കുകയാണ്. 35% മുകളിൽ ഇപ്പോൾ നിലവിൽ ആയിട്ടുണ്ട്. ഏകദേശം ഒരു മണിക്കൂറിനുള്ളിലേക്ക് നമുക്ക് പൂർണ്ണമായ അവസ്ഥയിലേക്ക് എത്തുമെന്നാണ് പറയാൻ കഴിയുന്നത്. വളരെ സ്മൂത്തായിട്ട് തന്നെ പ്രക്രിയകൾ നടക്കുന്നുണ്ട്. ഈ 1 മണിക്കൂറിൽ തന്നെ വളരെ ശക്തമായ ഒരു പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനി മത്സരം കഴിയുമ്പോഴേക്കും നല്ലൊരു ശതമാനം തന്നെ രേഖപ്പെടുത്തുമെന്ന് കരുതുന്നു. +2 കൊമേഴ്സിൽ 16 പേര്, +2 സയൻസിൽ 36 പേര്, സയൻസിൽ 33 പേര്, +1 കൊമേഴ്സിൽ 30 പേര്. ഇങ്ങനെ ടോട്ടൽ 120 ആളുകളാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. 132 ഹോസ്റ്റലിലുള്ള ആളുകളെ യോഗ്യരായ ആളുകൾ വന്ന് വോട്ട് ചെയ്തിട്ടുണ്ട്. അത് ഉറപ്പുവരുത്തിയിട്ടുണ്ടല്ലോ.
ഇനി ശേഷമുള്ള പരാതികൾ നമ്മൾ പരിഗണിക്കില്ല. സീൽ ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇനി കൗണ്ടിംഗ് ടേബിളിലേക്ക് ഒരാൾക്ക് വരാം. ഇനി നമ്മൾ ശ്രദ്ധിക്കാം. സീൽ ചെയ്യണേ. മാർക്കർ തരും. ലോക്കോട്ട് ചെയ്തേ അതിന്റെ മുകളിൽ തന്നെ ഡാമേജ് കാൻഡിഡേറ്റിന് ആരെങ്കിലും അടിയത്തോളം നോക്കാം, നിങ്ങൾക്ക് നോക്കാലോ. ആരെങ്കിലും രണ്ടാൾക്കാർ വരിക, നിങ്ങൾ സൈൻ ചെയ്യാൻ. കാരണം എന്താ പറഞ്ഞാൽ ഇതിപ്പോ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങള് മൂന്നാള് ഒന്നിച്ച് സൈൻ ചെയ്യാലോ. ആരും ഒരാൾ വന്നാൽ മതി. ബോയ്സ് ഒരാളും ഗേൾസ് ഒരാളും വന്ന് സൈൻ ചെയ്യും. റഹ്മാൻ ഷെയ്ഖ് കൂടെ ചെയ്തിട്ടുണ്ട്. ഇതെന്തിനാന്ന് പറഞ്ഞാല് ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇത് തുറന്നിട്ട് ഞങ്ങൾക്ക് വീണ്ടും ഒപ്പിടാം. പക്ഷെ നിങ്ങളെ വിളിക്കാൻ അതുകൊണ്ട് നിങ്ങളോട് ഇടാൻ പറയുന്നത്. ഒരാളെ കൂടി തുറക്കുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ എന്ന് നോക്കണേ. കൗണ്ടിങ് എപ്പോഴാണ് തുടങ്ങുന്നത്? നമ്മൾ 2 അടച്ചു പെട്ടി ക്യാബിലുണ്ടല്ലേ? കണ്ടില്ലേ? അടി ഓട്ടം ഒന്നും ഇല്ല കേട്ടോ. സൈൻ ചെയ്തതാ ഇതേപോലെ കണ്ടാളി. കൊണ്ടേക്കുന്നേരം പോയിക്കോളെ. ഏതായിട്ടത് കോപ്പി അത് വേണ്ട. നിങ്ങളായിരുന്നു ചോപ്പി ആ കളർ ഇങ്ങനെ എടുത്താൽ അങ്ങനെ എടുത്താൽ മതി. ആ കളർ മാത്രം എടുത്താൽ മതിയായിരുന്നു. ഷോപ്പ് ചെയ്യാൻ പുറത്തേക്ക് ഇടണ്ട. എടുക്കണേ, തുടങ്ങണേ. തുടങ്ങാൻ പോവാ. വോട്ട് ചെയ്ത ആളെ പേരെ വായിക്കാം. ആർക്കാണോ വോട്ട് കിട്ടിയതെന്ന് വെച്ചാൽ അതാ വായിക്കുള്ളൂ. അയാളെ പേരാണ് വായിക്കുക. നമ്മൾ വരട്ടെ, ഇങ്ങനെ വരട്ടെ വരാം ഓരോന്നോരോന്ന്. അപ്പൊ അതിൽ കിട്ടിയ ചെയർപേഴ്സൺ
റജ ഫാത്തിമ, സന സൈൻ, ഫിസ സൈനബ്, സന ഫൈൻ, ഫിസ സൈനബ്, ഫിസ സൈനബ്, ഫാത്തിമ ജിനാൻ, ഫാത്തിമ ഷഹ്മ, ഹയാ നൗബ, സന സൈൻ, ഫിസ സൈനബ്, ഹയാ നൗബ, ഫാത്തിമ ജിനാൻ, റഫത്ത് റജ ഫാത്തിമ, സന സൈൻ, ഫിസ സൈനബ്, റഫത്ത് സമറീൻ, സൈനബ്, റജ ഫാത്തിമ, സന സൈൻ, ഫിസ സൈനബ്, ഷെയ്ഫ്, മുഹമ്മദ് ഇഹ്സാൻ മുനീർ, റഹ്മാൻ ഷെയ്ഫ്, ഫാത്തിമ മെഹറിൻ, അമൻ സി കെ, റഹ്മാൻ ഷെയ്ഫ്, ഫാത്തിമ മെഹറിൻ, റജ ഫാത്തിമ, സന സൈൻ, ഫിസ സൈനബ്. തൊട്ടടുത്ത മത്സരാർത്ഥിയേക്കാൾ 26 വോട്ടിന്റെ ലീഡോട് കൂടി റഹ്മാൻ ഷെയ്ഖ് ഒന്നാം സ്ഥാനത്ത് കൊണ്ടുവരുന്നു.